ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും ഒരു മൂവി സജഷൻ വീഡിയോ ആണ്. ഒരു ഫീൽ ഗുഡ് മൂഡിൽ വലിയ എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ സീരിയസ് ആയ കാര്യങ്ങളെ പോലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ അല്ലെങ്കിൽ സരസമായ ഹാസ്യ രൂപേണ അവതരിപ്പിച്ച് കാണുന്ന നമ്മളെ മൊത്തത്തിലൊരു പോസിറ്റീവ് ഓർ ഹാപ്പി വൈബിൽ തന്നെ നിർത്തി കഥ പറഞ്ഞു പോകുന്ന തരം സിനിമകൾക്കും ആരാധകർ ഒട്ടും കുറവല്ലല്ലോ. അത്തരത്തിലുള്ള പ്രേക്ഷക ശ്രദ്ധ ഒരുപാട് പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നിയ റീസെന്റ് ഇറങ്ങിയ അണ്ടർ റേറ്റഡ് ഫീൽ ഗുഡ് മൂവീസിൽ ഒരു 5 എണ്ണം ഇത് നോക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് വീഡിയോയിൽ പറഞ്ഞ ഡിസ്ക്ലൈമർ പോലെ ഇതിൽ പറയുന്ന എല്ലാ സിനിമകളും എല്ലാവർക്കും ഒരേ ഫീൽ തരുന്ന, എല്ലാവർക്കും വർക്ക് ആവുന്ന സിനിമകളാണെന്നോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ OTT അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ഒരു നേരം പോക്കിനായി ചില സിമ്പിൾ മൂവീസ് കണ്ടിരിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന, കണ്ടിട്ടുള്ളവരിൽ ഏറിയ പങ്കും വലിയ മോശം അഭിപ്രായങ്ങൾ പറയാത്ത ഒരു നല്ല കൊച്ചു ചിത്രം എന്നൊക്കെ തോന്നിയവയാണ്. നമുക്ക് ഏതായാലും ചിത്രങ്ങൾ നോക്കാം. 5th ഫിലിമിൽ തുടങ്ങാം. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സംഭവത്തിന് ശേഷം തലശ്ശേരി നിവാസിയായ ഒരു യുവാവ് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്റെ പെറ്റമ്മയെ തേടി പോകുന്നു. ആ യാത്രയിൽ തന്റെ അച്ഛന്റെ 2 ഭാര്യമാരിൽ ഒരാളായ ഐഷുമ കൂടെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ കൂടെ അയാൾ ചിലവഴിക്കുന്ന ദിവസങ്ങൾ, അതുവഴി അയാളുടെ ജീവിതത്തിന്റെയും അന്വേഷണത്തിന്റെയും മുന്നോട്ടുള്ള യാത്രകളിൽ വരുന്ന മാറ്റം, ഇതൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. ജോസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് ടൊവിനോ, ഉർവശി എന്നിവരുടെ മികച്ച പ്രകടനത്തിന്റെയും അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെയും ബലത്തിൽ നല്ലൊരു ഫീല് തന്നെ തരുന്ന 2018 ഇറങ്ങിയ ഈ റോഡ് കോമഡി ഡ്രാമ ഫിലിമിന്റെ പേര് എന്റെ ഉമ്മാന്റെ പേര്. വടക്കൻ മലബാറിൽ ആരംഭിച്ച് പിന്നെ ലക്നൌവിലേക്ക് നീങ്ങുന്ന സിനിമ മനോഹരമായ ഫ്രെയിംസും കെട്ടുറപ്പുള്ള റിയലിസ്റ്റിക് ഫീൽ ഉള്ള തിരക്കഥയും മറ്റ് ആക്ടേഴ്സിന്റെ പ്രകടനങ്ങളും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ലൈമാക്സും ഒക്കെ കൊണ്ട് പലർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയായേക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കണം. നമുക്ക് 4th മൂവി നോക്കാം. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഹോമിയോ ഡോക്ടറായ പ്രിയൻ ഒരു പരോപകാരിയായ വ്യക്തിയാണ്. ആർക്കെപ്പോ എന്ത് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലും ഓടിയെത്താനും സഹായിക്കാനും മുന്നിൽ നിൽക്കുമ്പോഴും തന്റെ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഒരാൾ കൂടെയാണ്. അങ്ങനെ പോകുന്ന അയാളുടെ ജീവിതത്തിൽ തിരക്കുകൾ നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് മറ്റൊരു സ്ത്രീ കൂടി കടന്നു വരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ, ഈ പുതിയ കഥാപാത്രം ശരിക്കും ആരാണ് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ, ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്നതാണ് സിനിമയുടെ കഥ. 2022 ആന്റണി സോണിയുടെ സംവിധാനത്തിൽ ഭൂരിഭാഗവും പ്രിയന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ചിത്രത്തിന്റെ പേര് പ്രിയൻ ഓട്ടത്തിലാണ്. ടൈറ്റിൽ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന ഷറഫുദ്ദീന്റെ കൺവിൻസിംഗ് ആയ പ്രകടനം തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. പ്രിയനെ പോലെയുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ഏതൊരാൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോമഡി ഡ്രാമ ഫിലിം ഒരുക്കിയിട്ടുള്ളത്. നന്മ നിറഞ്ഞ കഥാപരിസരങ്ങളുടെ ഒരു കുഞ്ഞു ലോകത്തെ ബോറടിപ്പിക്കാതെ ഓർഗാനിക് ആയി അവതരിപ്പിക്കുന്ന രീതി ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് 3rd മൂവി നോക്കാം. പോലീസിന് നാട്ടുകാരുടെ ഇടയിലുള്ള ഇമേജ് ഒന്ന് മിനുക്കിയെടുക്കാനും വിശ്വാസ്യത കൂട്ടുന്നതിനുമായി പാറമേട് പോലീസ് സ്റ്റേഷനിലെ SI ഷിബു മറ്റ് പോലീസുകാരും ചേർന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ആയ ഒരു ക്യാമ്പയിൻ. ഒരു ദിവസം രാത്രി മുതൽ അടുത്ത ദിവസം പുലർച്ചെ വരെ നീളുന്ന ഈ ഒരു ഇവന്റിന് മുമ്പും അതേ സമയവുമായി നടക്കുന്ന മറ്റു ചില കാര്യങ്ങളിലൂടെ CCTV സെയിൽസ് മാനേജറായ സംയുക്തൻ, ചില പ്രത്യേക ഉദ്ദേശങ്ങളുമായി വരുന്ന മറ്റു 2 ടീംസ്, ഇവരെല്ലാവരും ഒന്നിച്ച് ഗുലുമാലുകൾ നിറഞ്ഞ സംഭവങ്ങളുടെ ഭാഗമാകുന്നു. ഇതാണ് 2019 ജോൺ മന്ത്രിക്കലിന്റെ ഡയറക്ഷനിൽ ഇന്ദ്രൻ, സൈജു കുറുപ്പ്, സാബുമോൻ എന്നിവർ മെയിൻ റോൾസ് ചെയ്തെത്തിയ ജനമൈത്രി എന്ന ചിത്രത്തിന്റെ പ്ലോട്ട്. കൃത്യമായ ഇടവേളകളിൽ നമ്മളെ ചിരിപ്പിക്കുന്ന തമാശകളൊക്കെയായി സംഭവങ്ങളെ ഒരു ചരടിൽ കോർത്ത രീതിയിൽ അടുക്കി വെച്ച് രസകരമായി മുന്നോട്ട് പോകുന്ന സിനിമയാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻസോ മറ്റ് സൈഡ് പ്ലോട്ട്സോ ഒന്നും ഇല്ലാതെ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ശ്രദ്ധ തിരിക്കാനോ വലിച്ചു നീട്ടാനോ നിൽക്കാതെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്ന, കൂടുതലും ആക്ടേഴ്സിന്റെ പെർഫോമൻസിലൂടെ കോമഡി ആസ്വദിക്കാൻ കഴിയുന്ന തരം സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ലാപ്സ്റ്റിക് കോമഡി ഡ്രാമ സിനിമയാണ് ജനമൈത്രി. കാണുന്നവർ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് 2nd മൂവി നോക്കാം. MCA വിദ്യാർത്ഥിയായ സൂരജിന്റെ ആഗ്രഹം ഒരു മ്യൂസിഷ്യൻ ആകാനാണ്. എന്നാൽ അയാളുടെ വളരെ സ്ട്രിക്റ്റ് ആയ അച്ഛൻ ആ ആഗ്രഹത്തിന് എതിരാണ്. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് സൂരജ് മറ്റൊരു കരിയറുമായി മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം പുള്ളിക്ക് ഒരു പ്രണയം കൂടിയുണ്ട്. അച്ഛന്റെയും മകന്റെയും നിരന്തരമായ തർക്കങ്ങൾക്കിടയിൽ സൂരജിന്റെ അമ്മയുടെ കാര്യങ്ങൾ അവരെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സംഭവം, അതിനെ തുടർന്നുള്ള ഒരു വെളിപ്പെടുത്തൽ, അതിന്റെ കണ്ടിന്യൂവേഷനായി ഈ അച്ഛനും മകനും ചേർന്നുള്ള ഒരു യാത്ര, ഇതൊക്കെയാണ് ചിത്രത്തിലെ കാഴ്ചകൾ. 5 വ്യത്യസ്ത പ്രണയങ്ങൾ, അവയുടെ ചെറിയ വേദനകൾ, മനോഹാരിത എന്നിവ നല്ല രസമായി തന്നെ കാണിച്ചു തന്നുകൊണ്ട് 2023 നിഖിൽ മുരളി സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മമിത ബൈജു, ഹക്കീം ഷാ, മനോജ് KU എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ റൊമാൻറ്റിക് കോമഡി ചിത്രത്തിന്റെ പേര് പ്രണയവിലാസം. ആദ്യ പകുതി ഒരു ഒഴുക്കിൽ കണ്ടിരിക്കുന്ന നമ്മളിൽ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാഫ്, ചിത്രം കണ്ടു കഴിഞ്ഞാലും കുറച്ചു നേരം കൂടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ക്ലൈമാക്സ് എന്നിവയോടുകൂടി മനസ്സിൽ തട്ടി നിൽക്കുന്ന തരം സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ഇന്നത്തെ 1st മൂവി നോക്കാം. 31 വയസ്സായ ശ്രീനിവാസൻ എന്നൊരു മലയാളം അധ്യാപകൻ. അയാളെ വീട്ടുകാർ ഒരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്.
ഒരു പ്രശ്നമായി അയാളെ അലട്ടുന്നത് തലയിൽ മുടി കുറവാണ് എന്നതാണ്. മറ്റുള്ളവർ എന്ത് കരുതും എന്ന തോന്നലുകൾ വല്ലാതെ എഫക്ട് ചെയ്യുന്ന മൈൻഡ് സെറ്റുമായി പോകുന്ന അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന 3 സ്ത്രീകൾ. ഓരോ പ്രശ്നങ്ങളും നേരിട്ട് അത് പരിഹരിച്ച് അടുത്ത പ്രശ്നത്തിലേക്ക് എത്തുന്ന ശ്രീനിവാസിന് സുഹൃത്തായ റഹീമിന്റെ പ്രണയം നൽകുന്ന കോൺഫിഡൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണ് ഈ ചിത്രം. 2017 ഒന്തു മൊട്ടയെ കഥ എന്ന കന്നഡ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്കായി 2019 അഷ്റഫ് ഹംസ ഒരുക്കിയ ഈ റൊമാൻറ്റിക് ഡ്രാമയുടെ പേര് തമാശ എന്നാണ്. നിസ്സാരം എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ ഒത്തിരി പേര് സീരിയസ് ആയി തന്നെ നേരിടുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തമാശ രൂപത്തിൽ എന്നാൽ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ ലീഡ് റോളിലെത്തുന്ന വിനയ് ഫോർട്ട് അയാളുടെ കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. കാര്യഗൗരവമുള്ള വിഷയങ്ങൾ വലിയ ബഹളങ്ങളില്ലാതെ ആരെയും ഹേർട്ട് ചെയ്യാത്ത തരത്തിലുള്ള ഹാസ്യത്തിന്റെ മേമ്പടിയോടെ പറയാവുന്ന ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും കണ്ടിട്ടില്ലേ, തീർച്ചയായും കാണേണ്ട ചിത്രമാണ് തമാശ. നമ്മളിപ്പോ ഈ പറഞ്ഞ 5 ചിത്രങ്ങളും ഒരു രീതിയിലും ഒരു മേഖലയിലും ബെസ്റ്റ് എന്ന് അവകാശപ്പെട്ട് ഇവിടെ അവതരിപ്പിക്കുകയല്ല കേട്ടോ. ഇടവേളകൾ കിട്ടുമ്പോൾ സമയം കളയാനായി നിരുപദ്രവകരമായ നല്ല ചില കൊച്ചു സിനിമകൾ കണ്ട് സമയം കളയാൻ താല്പര്യമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒട്ടനവധി മനോഹരമായ സിനിമകളിൽ ചിലതാണ് ഇവയെല്ലാം. ഈ ചിത്രങ്ങൾ എടുത്ത സംവിധായകരും എഴുത്തുകാരും ഒക്കെ തന്നെ നാളെ മലയാള സിനിമ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. അവരുടെ ഈ നല്ല എഫേർട്സ് കൂടുതൽ പേരിൽ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവയിലും മികച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിരവധി പുതിയ ചിത്രങ്ങൾ ഉണ്ടാകും. അവയൊക്കെയും കമന്റ്സിലൂടെ സജസ്റ്റ് ചെയ്താൽ അതിൽ ഞങ്ങൾ വിട്ടുപോയ സിനിമകൾ ഞങ്ങൾക്കും കാണാം. അവയെ കോർത്തിണക്കി കാണാത്തവർക്കായി നമുക്ക് വീഡിയോയിലൂടെ റെക്കമെൻഡ് ചെയ്യാം. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യവും പരിഗണിക്കുമല്ലോ അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ അധികം താമസിക്കാതെ കാണാം. അതുവരെ ബൈ.